ഹലോ ചെങ്ങായിമാരെ, അമീറാണ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്നും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക വിശേഷങ്ങൾ പറയാനാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷത്തിലൂടെയാണ് ഇന്ന് ഞാൻ കടന്നു പോയിട്ടുള്ളത്. കാരണം ഒമാനിൽ നിന്നും ഏകദേശം എൻ്റെ ഒക്കെ ഒരു ഏജുള്ള നമ്മളൊരു സുഹൃത്ത് 1-2 മാസമായിട്ട് ഞാൻ എന്നാണോ ചാനൽ തുടങ്ങിയത് അന്ന് മുതലുള്ള ഒരു ഫോളോവേഴ്സ് ആണ്. സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കും, വാട്സപ്പിലൂടെ ഒക്കെ ബന്ധപ്പെടാനുള്ള ഒരാള്. അവൻ നാട്ടിൽ വരുമ്പോൾ അവർക്ക് നല്ലൊരു വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവനക്ക് ഡൽഹിയിൽ നിന്നും ഒരു അടിച്ചാപ്പൊളി 2010 വണ്ടി അവനക്ക് വേണ്ടി കൊണ്ടുവന്നിട്ട് ഫുള്ളായിട്ട് നമ്മളതായ രീതിയിൽ വർക്ക് ചെയ്ത് ടൈപ്പ് 4 ആക്കിയിട്ട് ഇന്ന് അവൻ കണ്ണൂരാണ് അവന്റെ വീട്. കണ്ണൂരിൽ നിന്ന് ഈ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിട്ടാണ്. അപ്പൊ നമുക്ക് വണ്ടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ പ്രിയ സുഹൃത്തിനെ പരിചയപ്പെടുകയും ചെയ്യാം. ഇതാണ് നമ്മളെ മുത്തുമണി, ഒമാനിൽ നിന്ന് വന്ന കണ്ണൂരത്തെ നമ്മളെ മുത്തുമണി ചങ്ക് ബ്രോ എന്നൊക്കെ പറഞ്ഞ പോലെ ബ്രോ. ഇവനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 10 വണ്ടി കൊണ്ടുവന്നത്. ഈ വണ്ടി ഞാൻ ഫസ്റ്റ് ഇവർക്ക് കാണിക്കുമ്പോൾ ഇവനോട് കുറേ കാര്യങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒന്നും പറയണ്ട, നിനക്കുള്ള വണ്ടി ഞാനായിട്ട് ചെയ്ത് അടിപൊളിയാക്കി തരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഇവന് ഈ വണ്ടി കാണുമ്പോൾ, അതായത് കുന്നംകുളത്ത് വന്നിട്ട് ഇവന്റെ ഓഫീസിൽ ഇരുന്ന് അവിടുന്ന് പുറത്ത് വരുമ്പോൾ ഈ വണ്ടി ഞാനിങ്ങനെ കൊണ്ടുവന്ന് സൈഡാക്കിയിരുന്നു. അപ്പൊ ഇവൻ കണ്ടിട്ട് ഇവന്റെ മുഖത്തുനിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ഒഴിച്ചെടുക്കാൻ പറ്റി. അതെന്താണെന്നുള്ളത് ഇവന് നിങ്ങളോട് പറയും. എന്താണ് ഈ വണ്ടി കണ്ടിട്ട് എനിക്ക് എന്താണ് എന്റെ അഭിപ്രായം? വണ്ടിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അടിച്ചാ പൊളി. അമീർ ഭായിയുടെ വാശി പറയുന്നതാണെങ്കിൽ അടിച്ചാ പൊളി. അത്രയും എനിക്കൊരു ഭയങ്കരമായിട്ട് ഒരു സർപ്രൈസ് തന്നെ ആയിട്ടാണ് എനിക്ക് ഈ വണ്ടിയായിട്ട് കിട്ടിയത്. കാരണം ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതലാണ് എനിക്ക് കിട്ടിയത്. വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പറയാനില്ല. അത്രയും ഞാൻ ഹാപ്പിയാണ് ഈ വണ്ടിനെ. അവന്റെ ഞാൻ ആ വണ്ടി ഫസ്റ്റ് കാണിക്കുമ്പോ അവന്റെ ആ സന്തോഷം, അവന് വിചാരിച്ചതിൽ കൂടുതലായിട്ട് കിട്ടി എന്നുള്ളത് അവന്റെ മുഖത്തുനിന്ന് എനിക്ക് ഒഴിച്ചെടുക്കാൻ പറ്റി. ആ സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണ് നിറയില് അത് അതേപോലെ തന്നെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചതും അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഒരു വണ്ടി വിറ്റിട്ട് ഇപ്പൊ 2010 വണ്ടി വിറ്റിട്ട് കുറെ കള്ളത്തരം പറഞ്ഞ് വിറ്റിട്ട് ഒരുപാട് 50,000 ലാഭം കിട്ടുന്ന കാര്യം നമുക്ക് സന്തോഷം കൊണ്ട് കിട്ടുന്ന 10,000 20,000 അത് മതി. ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 2010 അടിച്ചാപ്പൊളി വണ്ടി ഞാൻ ഗുരുവായൂർ ആക്കികൾക്കാണ് എന്നോട് എടുത്തുള്ളത്. അത് അവർക്ക് എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ ഇതിന്റെ നമ്പർ ആക്കിയിട്ട് 8 മണിയാക്കിയിട്ട് വണ്ടി ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഞാൻ 2 ദിവസം മുന്നേ ഇതേപോലെ തന്നെ ഞാൻ UP ഉണ്ടാകുമ്പോൾ ഒരു 2012 വണ്ടി ഡെലിവറി കൊടുക്കാൻ പറ്റി. അത് ഇതേപോലെ തന്നെ ദുബായിലുള്ള ഒരു സുഹൃത്താണ്. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ UP ഉണ്ടായിരുന്നത്. അങ്ങനെ അവനും ഇതേപോലെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി കൊടുത്ത് 2012 വണ്ടി 4333 നമ്പർ ഫാൻസി നമ്പറൊക്കെ എടുത്ത് കൊടുത്ത്. അപ്പോൾ അവനക്ക് എന്നെ കാണാനും പറ്റില്ല, എനിക്ക് അവനെ കാണാൻ പറ്റില്ല. വണ്ടി ഞാൻ എയർപോർട്ടിൽ എത്തിച്ചു കൊടുത്ത്, കണ്ണൂർ എയർപോർട്ടിൽ എത്തിച്ചു കൊടുത്ത്. അൽഹംദുലില്ലാ അവനും ഹാപ്പിയാണ്. അവൻ എനിക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്ന ഒരു കണ്ണാടിയാണിത്. അമീർ ഭായിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഗൾഫിൽ നിന്ന് വരുമ്പോൾ സാധാരണ മിഠായി കാര്യങ്ങളൊക്കെ ആവുമല്ലോ. പക്ഷെ എനിക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് സന്തോഷമായി ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയേക്ക്. കാരണം ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഒരു വണ്ടി കാണാണ്ട് ഫണ്ടൊക്കെ തന്നിട്ട് ഞാൻ വണ്ടി അയാൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ അയാൾ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. എത്ര വിലപിടിപ്പുള്ളതായാലും എത്ര വിലയുടേതായാലും ഈ ഒരു ഇത് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇങ്ങനെ വണ്ടികൾ അടിപൊളിയാക്കിയിട്ട് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാൻ കാരണം. നമുക്ക് അവരുടെ സന്തോഷം മാത്രം മതി. സന്തോഷം, ചെറിയൊരു ലാഭം, ജീവിക്കാനുള്ള ഒരു ലാഭം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇനിയും ഒരു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ സ്വന്തം അമീർ ഭായ് കുന്നംകുളത്തങ്ങാടിയിൽ നിന്ന് വരുന്നത്. ബൈ ബൈ.